കോഴിക്കോട് മാവൂർ തെങ്ങിലക്കടവിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്റർ സർക്കാരിന് കൈമാറിയിട്ട് 15 വർഷം. അർബുദ രോഗികൾക്ക് ആശ്വാസമാകണം എന്ന് കരുതിയാണ് ആശുപത്രി മാനേജിംഗ് ട്രസ്റ്റിയായ ഡോക്ടർ ഹഫ്സത്ത് ഖാദർകുട്ടി സൗജന്യമായി ഭൂമിയും കെട്ടിടവും ഒക്കെ നൽകിയത്. ഈ 15 വർഷത്തിനിടെ കാടുമൂടി ഈ കെട്ടിടം നശിക്കുകയല്ലാതെ ക്യാൻസർ ബാധിതർക്ക് ആശ്വാസമാകുന്ന ഒരു പ്രവൃത്തി പോലും ഇവിടെ സർക്കാർ തുടങ്ങിയിട്ടില്ല. നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ കൈവശമാണ് ഈ കെട്ടിടമുള്ളത്. നമ്മുടെ സംവിധാനങ്ങളുടെ അനാസ്ഥ മൂലം ഒരു പദ്ധതി നശിക്കുന്നതിൻ്റെ തെളിവാണ് ഈ ദൃശ്യങ്ങൾ. 6 ഏക്കർ സ്ഥലം, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം. 2010 ഡിസംബർ 18-നാണ് ഈ കെട്ടിടം ക്യാൻസർ ചികിത്സയ്ക്കായി സർക്കാരിന് സൗജന്യമായി കൈമാറിയത്. 2001-ൽ അന്നത്തെ ഗവർണർ സുഖ്ദേവ് സിംഗ് കാങ് പാലിയേറ്റീവ് വാർഡായിട്ടായിരുന്നു ഈ സെന്റർ ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് ക്യാൻസർ ചികിത്സയ്ക്കും അനുബന്ധ ഗവേഷണത്തിനും മാത്രം ഈ കെട്ടിടം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയോടെയാണ് ഇതിന്റെ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ഹഫ്സത്ത് ഖാദർകുട്ടി സർക്കാരിന് സൗജന്യമായി ഇത് കൈമാറിയത്. അന്നത്തെ ആരോഗ്യമന്ത്രി PK ശ്രീമതിക്കായിരുന്നു ഇത്. നടത്തിപ്പിനായി 1 വർഷം തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിലാക്കി. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിനും കൈമാറി. പക്ഷേ ക്യാൻസർ രോഗികൾക്ക് സഹായകരമാകുന്ന ഒന്നും ഇവിടെ ആരംഭിച്ചില്ല. പലതവണ നിയമസഭയിൽ ഈ വിഷയം ഉയർത്തപ്പെട്ടു. മറ്റു പദ്ധതികൾ ഇവിടെ തുടങ്ങുന്നതും സർക്കാരിന്റെ ആലോചനയിൽ വന്നു. എന്നാൽ മറ്റു പദ്ധതികൾ തുടങ്ങുകയാണെങ്കിൽ ഈ കെട്ടിടവും സ്ഥലവും തിരിച്ചു നൽകണമെന്ന് ഡോക്ടർ ഹഫ്സത്ത് ഖാദർകുട്ടി ആവശ്യപ്പെട്ടു. മാത്രമല്ല മറ്റു പദ്ധതികൾ തുടങ്ങുന്നതിനെതിരെ പ്രതിഷേധവും ഉയർന്നു. ഈ കഴിഞ്ഞ 15 വർഷത്തിനിടെ ഇങ്ങനെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ പദ്ധതി ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രതിഷേധങ്ങൾ തണുപ്പിക്കും. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് ഇത് കൈമാറി. ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനായിരുന്നു തീരുമാനം. പക്ഷേ അതും ഇതുവരെ ഒന്നുമായിട്ടില്ല. ഇപ്പോൾ ഇതാണ് അവസ്ഥ. കെട്ടിടങ്ങൾ മുഴുവൻ കാടുകയറി നശിക്കുന്നു. 15 വർഷത്തോളമായി ഈ സെന്റർ ഹഫ്സത്ത് ഖാദർകുട്ടി അവരെ ഏൽപ്പിച്ചിട്ട്, സർക്കാരിനെ ഏൽപ്പിച്ചിട്ട്. പക്ഷേ ഇതിൻ്റെ സമയം ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഉദ്ഘാടനം, തറക്കല്ലിടലും വരും. കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. വളരെ ദയനീയാവസ്ഥയാണ്. അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. വവ്വാൽ, കാട്ടുപന്നി, തെരുവുനായ എന്നിവയുടെ താവളമാണ് ഇവിടം. പ്രദേശവാസികൾക്ക് ഇവയുടെ ശല്യം വേറെയും. ഇത്ര കാലമായിട്ട് ഈ ഹോസ്പിറ്റലിൽ ഈ ഗവൺമെന്റ് ഏറ്റെടുത്ത ഒരു നല്ലൊരു പ്രതീക്ഷ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിനി. ആ പ്രതീക്ഷയൊക്കെ അവിടെ ഇപ്പോൾ മങ്ങി കിടക്കുകയാണ്. നായികളെയും പന്നികളെയും ഒരു താവളമായി ആയി കിടക്കുകയാണ് ഇപ്പോൾ ക്യാൻസർ ഹോസ്പിറ്റൽ. പ്രദേശത്തുള്ള ആളുകൾ തന്നെ കാട് വെട്ടാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ആളനക്കമില്ലാതെ കിടക്കുന്നതിനാൽ വീണ്ടും വീണ്ടും കാട് കൂടുന്നു. ഞാനിങ്ങനെ കാട് നിറഞ്ഞു കിടന്നപ്പോൾ ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്തപ്പോൾ ഓലതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കളക്ടറടുത്ത് പോയി പരാതി കൊടുത്തു. അങ്ങനെ കളക്ടറടുത്ത് പോയി പരാതി കൊടുത്തപ്പോൾ എനിക്ക് അവിടുന്ന് വെട്ടാനുള്ള ആ കടലാസ് കിട്ടിയപ്പം പഞ്ചായത്തിൽ കൊടുത്തു. പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ ഇവിടെ ഞാൻ ശേഷമാണ് ഇവിടെ കാട് നിറഞ്ഞതൊക്കെ ഒന്ന് വെട്ടി വെളിച്ചായത്. ഇത്രയും ആളെയും വെച്ചിട്ട് ഇതിങ്ങനെ കിടന്നും കണ്ട് നശിച്ചു പോകുമ്പോൾ ഒരു ദണ്ണം ഇത്. ഓരോ പ്രാവശ്യവും വോട്ട് ചോദിച്ചു വരുന്നവർ ക്യാൻസർ സെന്റർ ഉടൻ പ്രാവർത്തികമാക്കും എന്ന ഉറപ്പ് നൽകും. പക്ഷേ അതൊന്നും പാലിക്കപ്പെട്ടില്ല. ജില്ലാ പഞ്ചായത്തിൽ അധികാരമേറ്റെടുക്കുന്ന UDF-ൽ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട് ജനം. ക്യാൻസർ രോഗികൾക്കായി നല്ല ഉദ്ദേശത്തോടെ, നല്ല മനസ്സോടെ സൗജന്യമായി നൽകിയ കെട്ടിടമായിരുന്നു. സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ അടിയന്തര ഇടപെടലും നടപടിയുമാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം അത് ആ വ്യക്തിയോടും ക്യാൻസർ രോഗികളോടും ചെയ്യുന്ന അനീതിയായിരിക്കും. മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.